നമ്മൾ ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് നമ്മൾ ശരിക്കും കറക്റ്റായിട്ട് അറിയണത്. അതിന് മുമ്പേ തന്നെ വാട്സപ്പിൽ കൂടെ ചെറിയൊരു മെസ്സേജ് ചെറുതായിട്ട് പെട്ടെന്ന് അവർക്ക് ഇടാൻ പറ്റിയത് വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇടാൻ പറ്റിയായിരുന്നു. അതിന് ശേഷം പിന്നെ മെനിങ്ങാന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അത് അവർ പിന്നെ മാറ്റിയിട്ട് ഇന്നത്തേക്കാക്കി. അപ്പോൾ അവസാനമായി നമ്മൾ ആൽബിനുമായിട്ട് ബന്ധപ്പെടുന്നപ്പോഴാണ് ആൽബിനോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൽബിനുമായിട്ട് സംസാരിച്ചത് ഈ പിടിക്കപ്പെടുന്നതിന് തലേ ദിവസമല്ലേ, തലേ ദിവസമാണ് നമ്മൾ അധിക നേരം സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ആൽബിൻ്റെ ഒപ്പം കുടുംബം എത്ര പേരാണ്, മക്കൾ അടക്കം എത്ര പേരാണ് അവിടെ താമസിച്ചിരുന്നത്? ഭാര്യയും 3 മക്കളുമായിട്ട്. 2 പേര് 8ാം സ്റ്റാൻഡേർഡിലാണ്, ഒരാൾ 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കണം. അവിടെ വേറെ പൊയ്യ സമയത്ത് വേറൊരു ടീമുമായിട്ട് വർക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ അവൻ സ്വന്തമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്വതന്ത്രമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രവർത്തിച്ച് അവിടെ ആൾക്കാരുമായിട്ടൊക്കെ നല്ല സ്നേഹബന്ധത്തിലും നല്ല ഇതിലാണെന്നാണ് നമുക്ക് ഇതുവരെയുള്ള അഭിപ്രായം. തലേ ദിവസം എന്നോട് സംസാരിച്ച് ഞങ്ങൾ എല്ലാവരും മക്കളും എല്ലാവരും സംസാരിച്ച് സന്തോഷത്തോടെ തന്നെ സംസാരിച്ച് വേറെ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുവരെയും ഒന്നുമില്ല. കൃപയാ ഞങ്ങൾ സുഖമായിട്ടിരിക്കണം അമ്മ എന്ന് പറഞ്ഞ് എന്നെ എല്ലാ ദിവസവും പറയുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു വളരെ ബജറംഗ് എന്ന് പറയുന്നത് വളരെ നമ്മുടെ കേരളത്തിലെ അത്രയ്ക്ക് വലിയ സ്ട്രോങ് ആവത്തില്ല. കാരണം ഇവിടെ LDF ഉള്ള കാലത്തോളം ഇവർ ഒരിക്കലും സ്ട്രോങ് ആവാൻ പോകുന്നില്ല. കാരണം അവിടെ അങ്ങനെയുള്ളൊരിതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഇതിന് മുൻഗണന ഇടും. കാരണം വളരെ ദുഃഖിതരായിരിക്കുന്ന ആ ഭാര്യ, 3 കുഞ്ഞുങ്ങൾ, ഇവിടെ ഇരിക്കുന്ന മാതാവ്, പ്രിയ സഹോദരൻ വളരെ ദുഃഖത്തിലാണ്. തീർച്ചയായും ഇപ്പോൾ നമ്മൾ ഉള്ളത് നെടുമങ്ങാട് കല്ലയം പള്ളിമുക്കിലുള്ള ആൽബിൻ്റെ വീട്ടിലാണ്. നമ്മൾ മുഖവരയായി പറഞ്ഞതുപോലെ ആൽബിൻ്റെ മാതാവ്, ഒപ്പം തന്നെ സഹോദരൻ ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ സുവിശേഷ പ്രവർത്തകൻ, ആൽബിൻ്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള സുവിശേഷ പ്രവർത്തകനാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് കേരളത്തിലാണെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകില്ല. കാരണം കേരളത്തിൽ ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കാൻ, നിയമം നടപ്പിലാക്കാൻ ഒരു സർക്കാർ, ഒരു ഭരണകൂടം നിലനിൽക്കുന്നുണ്ട്. അതിലൊരു പ്രതീക്ഷയാണ് പ്രത്യേകിച്ച് അദ്ദേഹം പങ്കുവച്ചത്. പക്ഷേ ഉത്തർപ്രദേശ് ആയതുകൊണ്ട് തന്നെ അവിടെ ഈ സംഘപരിവാർ പ്രവർത്തകർ ഈ ബോധപൂർവം തന്നെ വളരെ ഈ സുവിശേഷ പ്രവർത്തനം നടത്തുന്നവരെ അവരെ ആക്രമിക്കുക, അവരെ ജയിലിലാക്കുക, അവിടുത്തെ പോലീസിൻ്റെ സഹായത്തോടെ തന്നെ നിയമവിരുദ്ധമായ നടപടികൾ ചെയ്യുന്നു എന്നതാണ് അവരുടെ ആരോപണം. ഇക്കാര്യത്തിൽ ആൽബിനെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം അദ്ദേഹം ഈ റിമാൻഡിൽ നിന്ന് പുറത്തേക്ക് വരണം, ജയിലിൽ നിന്ന് പുറത്തേക്ക് വരണം. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒപ്പം തന്നെ 3 കുട്ടികളും അവിടെയാണ് ഉള്ളത്. വർഷങ്ങളായി 10 വർഷക്കാലമായി അവിടെയാണ് അവർ വീട് വെച്ച് താമസിക്കുന്നത്. ഇപ്പോൾ 8 വർഷത്തിന് ശേഷമാണ് അവിടെ വീട് സ്വന്തമായി നിർമ്മിച്ചത്. അതിനു മുമ്പ് അവിടെ ചെറിയ ഒരു ഒറ്റമുറി വീട്ടിലായിരുന്നു ആൽബിൻ അവിടെ താമസിച്ചിരുന്നതെന്ന് ആൽബിൻ്റെ മാതാവ് തന്നെ അല്പം മുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അടിയന്തരമായ ഇടപെടലുണ്ടാവും. മന്ത്രി GR അനിൽ കഴിഞ്ഞ ദിവസം ഈ വീട് സന്ദർശിച്ച് ബന്ധുക്കളെ ആശ്വസിപ്പിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനം ഒരു അപ്ഡേഷനായി നമുക്ക് പറയാനുള്ളത്, ഹോം സെക്രട്ടറിയെ ഇക്കാര്യത്തിൽ അടിയന്തരമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ പരിഹാരം കാണുന്നതിനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകി കഴിഞ്ഞു. അതുകൊണ്ട് അവിടെയും ഫാദർമാരുടെയും വിവിധ മനുഷ്യാവകാശ സംഘടനകളുടെയൊക്കെ തന്നെ പൂർണ്ണമായ പിന്തുണ ആൽബിനുണ്ട്. എത്രയും വേഗം തന്നെ അദ്ദേഹത്തെ ഈ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടികളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് സംബന്ധിച്ച് ആൽബിൻ്റെ വീട്ടിൽ നിന്നാണ് അവരുടെ പ്രതികരണങ്ങൾ നമ്മളെടുത്തത്. ക്യാമറാമാൻ ജയപ്രകാശ് കൊട്ടാരക്കരയ്ക്കൊപ്പം നിർവൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.